الحمد لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായമായ അൽ അറാഫ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ അറാഫിലെ 126 വരെയുള്ള ആയത്തുകളാണ് നാം പഠിച്ചത്. മൂസ അലൈഹിസ്ലാമും ഫിർഔനും തമ്മിൽ നടക്കുന്ന സംഭാഷണങ്ങളും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമാണ് ഈ ആയത്തുകളിലെ വിഷയം എന്ന് നമുക്കറിയാം. അങ്ങനെ ഫിർഔനിന്റെ വിളംബരത്താൽ അവിടെ ജാലവിദ്യക്കാർ ഒരുമിച്ച് കൂടുന്നു. മൂസ അലൈഹിസ്ലാമുമായിട്ട് മത്സരം നടക്കുന്നു. ഒടുവിൽ മൂസ അലൈഹിസ്ലാം വിജയിക്കുന്നു, ജാലവിദ്യക്കാര് പരാജയപ്പെട്ടു പോകുന്നു. അതിനെ തുടർന്ന് ജാലവിദ്യക്കാർ മൂസ അലൈഹിസ്ലാമിൽ അല്ലെങ്കിൽ മൂസ അലൈഹിസ്ലാമിന്റെ നാഥനില് വിശ്വാസം പ്രഖ്യാപിക്കുന്നു. അത് ഫിർഔനിൻ അങ്ങേയറ്റം അപമാനമായിട്ട് അനുഭവപ്പെടുന്നു. ഫിർഔൻ അവരെ വധിച്ചു കളയും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. ആ സംഭവത്തിന് ശേഷം മൂസ അലൈഹിസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ സബ്ർ ചൊരിയണമേ എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു. അതിനെ തുടർന്ന് ഫിർഔനിന്റെ പാർലമെന്റ് അല്ലെങ്കിൽ രാജസദസ് ഒരുമിച്ച് കൂടുന്നു. ഇനി എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് കൂടിയാലോചനകൾ നടക്കുകയാണ്. 127-ാമത്തെ ആയത്തിലെ മുഖ്യമായ വിഷയം അതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال الملأ من قوم فرعون أتذر موسى وقومه ليفسدوا في الأرض ويذرك وآلهتك قال سنقتل أبناءهم ونستحيي نساءهم وإنا فوقهم قاهرون. وقال الملأ, وقال പറയുകയും ചെയ്തു, അൽ മല പ്രമാണിമാര്, മിൻ ഖൗമി ഫിർഔൻ, ഫിർഔൻ ജനതയിലെ പ്രമാണിമാര് പറഞ്ഞു അല്ലെങ്കിൽ ചോദിച്ചു, അത്തദറു മൂസ വ ഖൗമഹു, വദറ യദറു വിട്ടേച്ചു എന്നാണ് അർത്ഥം. അത്തദറു നീ വിട്ടേക്കുകയാണോ, ഉപേക്ഷിക്കുകയാണോ, മൂസയെ, വ ഖൗമഹു അദ്ദേഹത്തിന്റെ ജനതയെയും വെറുതെ വിടുകയാണോ, ലിയുഫ്സിദു കുഴപ്പമുണ്ടാക്കുവാൻ വേണ്ടിയിട്ട്, ഫിൽ അർദ് നാട്ടിൽ അല്ലെങ്കിൽ ഭൂമിയിൽ, വയദറക്ക വ ആലിഹത്തക്ക, വയദറക്ക നിന്നെ ഉപേക്ഷിക്കുവാനും, വ ആലിഹത്തക്ക നിന്റെ ദൈവങ്ങളെ ഉപേക്ഷിക്കുവാനുമായിട്ട് വിട്ടേക്കുകയാണോ? ഇങ്ങനെയാണ് പാർലമെന്റ് അംഗങ്ങൾ, രാജസദസ്, അവിടുത്തെ പ്രമാണിമാര് ഫിർഔനിനോട് ചോദിക്കുന്നത്. ഖാല, അപ്പൊ ഫിർഔൻ മറുപടി പറയുന്നു, സനുഖത്തിലു അബ്നാഅഹും, സ പിന്നീട് അല്ലെങ്കിൽ ഉടൻ തന്നെ, നുഖത്തിലു നാം അറുകൊല ചെയ്യും, അബ്നാഅഹും അവരിലെ ആൺമക്കളെ അഥവാ ഇസ്രയേല്യരിലെ ആൺ സന്തതികളെ നാം കൊന്നുകളയും. വനസ്തഹി
നാം വെറുതെ വിടും, അല്ലെങ്കിൽ ജീവിക്കാൻ അനുവദിക്കും, നിസാഅഹും അവരിലെ സ്ത്രീകളെ, വ ഇന്ന നിശ്ചയം നാം, ഫൗഖഹും അവർക്ക് മുകളിൽ, ഖാഹിറൂൻ അധികാരമുള്ളവർ തന്നെയാണ്. ഇങ്ങനെയാണ് ഫിർഔൻ അതിന് മറുപടിയായിട്ട് പ്രഖ്യാപനം നടത്തുന്നത്. വഖാലൽ മലഉ മിൻ ഖൗമി ഫിർഔൻ, ഫിർഔൻ ജനതയിലെ ആ സമൂഹത്തിലെ പ്രമാണിമാര് ചോദിച്ചു എന്നാണ് തുടക്കം. ഇവിടെ എന്താണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ജാലവിദ്യക്കാർ പരാജയപ്പെട്ടു, മൂസ അലൈഹി ഇസ്ലാം വിജയിച്ചു. അതിനെ തുടർന്ന് ജാലവിദ്യക്കാർ മൂസ അലൈഹി ഇസ്ലാമിലും മൂസ അലൈഹി ഇസ്ലാമിന്റെ റബ്ബിലും വിശ്വാസം പ്രഖ്യാപിച്ചു. അതിന്റെ ഫലമായിട്ട് ഫിർഔൻ അവരെ കൊന്നുകളയാൻ തീരുമാനിക്കുകയാണ്. കൈകാലുകൾ വിപരീത ദിശയിൽ വെട്ടിമുറിച്ച് കൊന്നുകളയും എന്നായിരുന്നു ഭീഷണി. അത് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അതിനുശേഷം പാർലമെന്റ് കൂടുകയാണ്. ആ സമയത്ത് പ്രമാണിമാർ ആരെക്കുറിച്ചാണ് പറയുന്നത്? മൂസയെയും മൂസയുടെ ജനതയെയും കുറിച്ചാണ് പറയുന്നത്. അഥവാ യഥാർത്ഥ ഭീഷണി ജാലവിദ്യക്കാരല്ലല്ലോ. ജാലവിദ്യക്കാരെ കൊലപ്പെടുത്തിയത് ഫിർഔനിനെ അപമാനിച്ചതിന്റെ പേരിലാണ് എന്ന് മനസ്സിലാക്കാം. യഥാർത്ഥ ഭീഷണി മൂസ അലൈഹിസ്ലാമും തന്റെ ജനതയുമാണ്. അതിനാൽ അവരുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കണം എന്നാണ് പ്രമാണിമാര് ഫിർഔനിനോട് ആവശ്യപ്പെടുന്നത്. അതാണ് ഇവിടെ സന്ദർഭം. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, അത്തദറു മൂസ വ ഖൗമ, മൂസയെയും അവന്റെ ജനതയെയും നീ വെറുതെ വിട്ടിരിക്കുകയാണോ, അഴിഞ്ഞാടാൻ വേണ്ടി വിട്ടിരിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ മറ്റൊരു വിശ്വാസം സ്വീകരിച്ച് നമ്മുടെ കുലദൈവങ്ങളെ, നമ്മുടെ പാരമ്പര്യ വിശ്വാസങ്ങളെല്ലാം തള്ളിപ്പറയാനായിട്ട് കയറൂരി വിട്ടിരിക്കുകയാണോ എന്നാണ് ചോദ്യം. അതാണ് ലിയുഫ്സിദു ഫിൽ അർദ്, ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ മൂസ അലൈഹി ഇസ്ലാം കുഴപ്പമുണ്ടാക്കുന്നുണ്ടോ? ഇല്ലല്ലോ. സമൂഹത്തെ വഴികേടുകളിൽ നിന്ന് സത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് മൂസ അലൈഹി ഇസ്ലാം നടത്തുന്നത്. അങ്ങനെയാണല്ലോ സമൂഹത്തിലെ പരിഷ്കർത്താക്കളും നവോത്ഥാന നായകന്മാരുമൊക്കെ ഓരോ നാട്ടിലും ഓരോ കാലഘട്ടങ്ങളിൽ രംഗത്ത് വന്നിട്ടുണ്ട്. അത് ഒരിക്കലും ഒരു കുഴപ്പമുണ്ടാക്കലല്ല, മറിച്ച് ആ സമൂഹത്തെ ഉദ്ധരിക്കുവാൻ വേണ്ടിയുള്ള ശ്രമമായിട്ടാണ് കാണേണ്ടത്. പക്ഷെ പാർലമെന്റ് മൂസ അലൈഹി ഇസ്ലാമിനെയും സമൂഹത്തെയും ഇസ്രയേലരെയും കുഴപ്പക്കാരായിട്ട് കാണുന്നു. പുതിയ കാലത്ത് നമ്മളും അതേ അവസ്ഥയാണ് അനുഭവിക്കുന്നത്. സമൂഹത്തിൽ ഐക്യമുണ്ടാക്കുവാൻ സേവന സന്നദ്ധരായിട്ട് രംഗത്ത് വരുന്ന അത്തരത്തിലുള്ള സംഘടനകളെ പലപ്പോഴും തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ മുദ്ര ചാർത്തിയിട്ട് മാറ്റി നിർത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതേ ശൈലിയിലാണ് അന്ന് പാർലമെന്റ് അംഗങ്ങൾ അവിടെ രാജസദസ്സിൽ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കുന്നത്, അത്തദറു മൂസ വ ഖൗമഹു ലിയുഫ്സിദു ഫിൽ അർദ്, അതിനാൽ മൂസയെയും മൂസയുടെ ജനതയെയും എന്തെങ്കിലും ചെയ്യണം, ഒന്നുകിൽ തടവിലിടണം, അതല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് തന്നെ പൗരത്വം റദ്ദ് ചെയ്തുകൊണ്ട് അവരെ പുറത്താക്കണം എന്ന ശൈലിയിലുള്ള സംസാരമാണ് അവിടെ നടക്കുന്നത്. ശരിക്കും നമ്മുടെ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ ഒരു അതേ കാലിക വായന തന്നെയാണ്, സമകാലികമായിട്ട് ഉള്ള വായന തന്നെയാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വയദറക വ ആലിഹത്തക്, മാത്രമല്ല വയദറക, ആ മൂസയുണ്ടല്ലോ നിന്നെ കൈവിട്ടിരിക്കുന്നു, നിന്റെ കൽപ്പനകൾ പാലിക്കാൻ സന്നദ്ധനല്ല. വ ആലിഹത്തക, നിന്റെ ദൈവങ്ങളെയും തള്ളിപ്പറയുന്നു എന്നുകൂടി അവര് ഒരു പ്രലോഭിപ്പിക്കുക എന്നുള്ള അർത്ഥത്തില്, അല്ലെങ്കിൽ ഫിർഔനിനെ പ്രകോപിപ്പിക്കുക എന്ന ഉദ്ദേശത്തില് ബോധപൂർവം പറയാണ്. ഇത് കേട്ടപ്പോ ഫിർഔൻ അവരെ ബോധ്യപ്പെടുത്താനായിട്ട് വളരെ ശക്തമായി ഒരു പ്രസ്താവന നടത്തുന്നു. സനുഖത്തിലു അബ്നാഅഹും, ഖത്തല എന്നർത്ഥം വധിച്ചു എന്നാണ്. ഖത്തലയുടെ കൂടെ തായിന് ശബ്ദ കൊടുത്ത് ഖത്തല എന്ന് പറയുമ്പോൾ വധിച്ചു എന്ന് തന്നെയാണ്, പക്ഷെ അത് അറുകൊല ചെയ്തു എന്ന് നേരത്തെ ഖത്തഅ നമ്മൾ പഠിച്ചു, ഖത്തഅ മുറിച്ചു എന്നാണ്.
എന്ന് പറയുമ്പോഴോ അത് വെട്ടിമുറിക്കുക എന്നുള്ള ആശയമാണ്. അപ്പൊ ചെയ്യുന്ന കർമ്മത്തെ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് ബലപ്പെടുത്തി അവതരിപ്പിക്കാനാണ് ഈ ശൈലി വരുന്നത്. സനുഖത്തിലു അബ്നാഅഹും, അവരുടെ ആൺമക്കളെ നാം അറുകൊല ചെയ്യും. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇസ്രായേൽ സമൂഹത്തെ കുറിച്ചാണ്. വനസ്തഹി നിസാഅഹും, ഇസ്തഹ്യ യസ്തഹി, ജീവിക്കാൻ അനുവദിച്ചു എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്ത്രീകളെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് ജീവിക്കാൻ അനുവദിക്കും എന്നാണ്. ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ജീവിക്കാൻ അനുവദിക്കാം. ശരിക്കും ഈ രണ്ട് പ്രയോഗങ്ങളും ചേർത്ത് വെച്ചാൽ കിട്ടുന്ന ആശയം എന്താണ്? ആൺമക്കളെ അറുകൊല ചെയ്യുക, സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുക. അത് വംശഹത്യയുടെ ഒരു ശൈലിയാണ് എന്ന് മനസ്സിലാക്കാം. മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്ന നാടുകളിലൊക്കെയും ഈ ഒരു രീതിയാണ് ഏകാധിപതികളായ ഭരണാധികാരികൾ സ്വീകരിക്കുന്നത്. ഇപ്പൊ ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കുഞ്ഞുങ്ങളെയാണ് അവർ കൊന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് പാവം മക്കളെ കൊല്ലുന്നത് എന്ന് ലോകം വിളിച്ച് പറയുമ്പോഴും അവരൊരു കൂസലില്ലാതെ കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു 18,000-ഓളം കുഞ്ഞുങ്ങൾ അവിടെ ഗസയില് മരണപ്പെട്ടല്ലോ. എന്താ കാരണം? ആ തലമുറകളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതാണ് വംശഹത്യ. ആ നിലയ്ക്ക് ഒരു സമൂഹത്തെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുക. അതിന്റെ മറ്റൊരു വശമാണ് അവരിലെ സ്ത്രീകളെ ദുരുപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ സ്ത്രീകളില് മറ്റേ വംശത്തിന്റെ മക്കളെ ഉൽപ്പാദിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ സൈന്യത്തിന് അതിക്രമം ചെയ്യാൻ അവസരം കൊടുക്കുക. പലയിടങ്ങളിൽ നമ്മൾ കേട്ടില്ലേ, ഗോണ്ടിനാമോയിലും അബു ഖുറൈബിലും അതുപോലെയൊക്കെയുള്ള പല സ്ഥലങ്ങളിലും ഇങ്ങനെ പട്ടാളക്കാര് പിന്നെ സ്ത്രീകൾക്കുമേൽ മേഞ്ഞു നടക്കുന്ന അവസ്ഥകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ്. അതാണ് സനുഖത്തിലു അബ്നാഅഹും വനസ്തഹീ നിസാഅഹും എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ അതൊരു 2500 വർഷങ്ങൾക്കൊക്കെ അപ്പുറമായിരിക്കാം ആ കാലഘട്ടം. പക്ഷെ അന്നത്തെ സമൂഹത്തിന്റെ അതേ സാംസ്കാരിക നിലവാരമാണ് ഇന്ന് നമ്മൾ അത്യന്താധുനികം എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ കാലഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണല്ലോ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, സ്ത്രീകളെ ദുരുപയോഗപ്പെടുത്തുന്നു എന്ന അവസ്ഥ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫിർഔൻ രാജസദസ്സിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു പരിഹാര മാർഗമാണ് മുന്നോട്ട് വെക്കുന്നത്. സനുഖത്തിലു അബ്നാഅഹും വനസ്തഹീ നിസാഅഹും എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു വാചകം കൂടി പറയുന്നുണ്ട്, വഇന്ന ഫൗഖഹും ഖാഹിറൂൻ, നിശ്ചയം നാം ഫൗഖഹും, ഇവർക്കുമേൽ, ഈ ഇസ്രായേൽ സമൂഹത്തിന് മേല്, ഖാഹിറൂൻ, നാം അധികാരമുള്ളവരാണ്. ഖഹറ എന്ന് പറഞ്ഞാൽ അടക്കി ഭരിച്ചു, അധികാരം പ്രയോഗിച്ചു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. വഇന്ന ഫൗഖഹും ഖാഹിറൂൻ, നാം അവർക്കുമേൽ അധികാര ശക്തിയുള്ളവരാണല്ലോ, അതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്ന എന്തും അവരുടെ മേൽ നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കും എന്ന് ഫിർഔൻ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് പ്രഖ്യാപിക്കുകയാണ് അവിടെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പൊ അതിനെ തുടർന്ന് ഇങ്ങനെ ഫിർഔനും കൂട്ടരും പ്രഖ്യാപിച്ചപ്പോൾ സ്വാഭാവികമായും അത് ഇസ്രായേൽ സമൂഹത്തിലും ആ വിവരങ്ങൾ ലഭിക്കുമല്ലോ. എന്താണ് കൊട്ടാരത്തിൽ നടക്കുന്നത്, അവിടെ രാജസദസ്സിലെ ചർച്ച എന്താണെന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഈ വിവരം അറിഞ്ഞപ്പോ മൂസ അലൈഹിസ്സലാം തന്റെ ജനതയോട്, ഇസ്രായേൽ സമൂഹത്തോട് എന്താ പറയുന്നത്? ഖാല മൂസ ലിഖൗമിഹി ഇസ്തഈനൂ ബില്ലാഹി വസ്ബിറൂ ഇന്നൽ അർള ലില്ലാഹി യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി വൽആഖിബതു ലിൽമുത്തഖീൻ. ഖാല മൂസ, മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ലിഖൗമിഹി, തന്റെ ജനതയോട്, ഇസ്തഈനു, നിങ്ങൾ സഹായം തേടുവിൻ, ബില്ലാഹ്, അല്ലാഹുവോട്, വസ്ബിറു, സബ്ർ കൈക്കൊള്ളുകയും ചെയ്യുവിൻ. അവരുടെ നേതാവാണല്ലോ മൂസ അലൈഹിസ്സലാം. അപ്പൊ മർദ്ദിതരായ, പീഡിതരായ, അക്രമങ്ങൾക്ക് വിധേയമാകുന്ന ഇസ്രായേൽ സമൂഹത്തോട്
മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞു കൊടുക്കാണ്, ഇസ്തഈനു ബില്ലാ. ഇസ്തആന യസ്തഈനു, സഹായം തേടി. സൂറത്തുൽ ഫാത്തിഹയില് വ ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നുണ്ട്. ഇവിടെ മൂസ അലൈഹി ഇസ്ലാം അവരോട് കൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ നിർദ്ദേശം കൊടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ കൽപ്പനക്രിയ ഇസ്തഈൻ എന്നാണ്. ഇസ്തഈൻ, നീ സഹായം തേടൂ. ഇസ്തഈനു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ന് ആ സമൂഹത്തോട് കൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ നിർദ്ദേശം കൊടുക്കുകയാണ്. ഇസ്തഈനു, നിങ്ങൾ സഹായം തേടുവിൻ. ബില്ല, അള്ളാഹുവോട് സഹായം തേടൂ. വസ്ബിറു, സബർ കൈക്കൊള്ളുകയും ചെയ്യും. ഇനി അതുമാത്രമാണ് പരിഹാരം. അങ്ങനെയുണ്ടല്ലോ, ഒരു സമൂഹം നിസ്സഹായരായി പോകുന്ന സാഹചര്യമാണ്. ഭരണകൂടം അവരെ അമർച്ച ചെയ്യുവാൻ, അതിക്രമിക്കുവാൻ, വംശഹത്യ നടത്തുവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൽ അഭയം തേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം അവർക്ക് എന്തൊക്കെ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ അതൊക്കെയും അവർ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഇസ്തഈനു ബില്ല, അള്ളാഹുവിൽ സഹായം തേടുവിൻ എന്ന് പറയുന്നത്. സൂറത്തുൽ ബഖറയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വസ്തഈനു ബിസ്സബ്രി വസ്സല, നിങ്ങൾ സബർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും സഹായം തേടുവിൻ. ഇവിടെ സ്വലാത്തിന് പകരമായിട്ടാണ് ബില്ലാഹ് എന്ന് വന്നിരിക്കുന്നത് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. ഇസ്തഈനു ബിസ്സബ്രി വസ്സല എന്ന് പറയുന്നതില് നമസ്കാരം കൊണ്ട് സഹായം തേടുവിൻ എന്നതിന് പകരമായിട്ട് അള്ളാഹുവോട് സഹായം തേടുവിൻ എന്ന് പറയാൻ. അള്ളാഹുവോട് സഹായം തേടാനുള്ള ഒരു വഴിയാണല്ലോ നമസ്കാരം. ഇവിടെ നേരിട്ട് അള്ളാഹുലേക്ക് തന്നെ ചേർത്ത് പറയുമ്പോൾ അതിന്റെ ഗൗരവം ഒന്നുകൂടി വർദ്ധിക്കുന്നുണ്ട് എന്ന് കാണണം. വസ്ബിറു, സബർ കൈക്കൊള്ളുകയും ചെയ്യുവിൻ. എന്താ സബർ? പാവമായിട്ട് നിന്നു കൊടുക്കുക എന്നുള്ളതാണോ? അങ്ങനെയല്ല. സബറിന് 3 തലങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ഒന്ന് ക്ഷമ തന്നെയാണ്, ക്ഷമിക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തേത് സഹനമാണ്. മൂന്നാമത്തേത് സ്ഥൈര്യമാണ്. ക്ഷമ എപ്പോഴാണ്? തിരിച്ചടിക്കാൻ കഴിവുണ്ടായിട്ടും തിരിച്ചടിക്കാതെ ആത്മനിയന്ത്രണം പാലിക്കുന്നതിനാണ് ക്ഷമ എന്ന് പറയാം. സഹനമോ? സഹനം ഗുരുതരമായ പരീക്ഷണത്തിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെടുമ്പോൾ അവിടെ സ്വീകരിക്കുന്ന ഒരു ഉറച്ച നിലപാടാണ്. എന്ത് വന്നാലും ഞാനിത് സഹിച്ചും പൊറുത്തും മുന്നോട്ട് പോകും. എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം സാധ്യമാകാൻ വേണ്ടിയിട്ട് ഞാനിത് സഹിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതേപോലെ അതിനുമപ്പുറമുള്ളതാണ് സ്ഥൈര്യം എന്നത്, ഒരു അടിയുറച്ച നിലപാടിൽ മുന്നോട്ട് പോകാനുള്ള കരുത്ത്. ഗസയിലേക്ക് നോക്കുമ്പോൾ ഈ ഘട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇസ്തഈനു ബില്ലാഹി വസ്ബിറു എന്ന് നേതാവ് അവരോട് പറയാണ്. അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നേതാവിനെ സംബന്ധിച്ചിടത്തോളം വേറെ പരിഹാര മാർഗങ്ങളൊന്നും ഇപ്പൊ മുമ്പിൽ തെളിഞ്ഞിട്ടില്ല. പ്രവാചകനാണല്ലോ. അള്ളാഹുവിങ്കിൽ നിന്നുള്ള മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മൂസ അലൈഹിസ്സലാം നിലപാടുകൾ സ്വീകരിക്കേണ്ടത്. അപ്പൊ അതിന്റെ അടിത്തറയായിട്ട് പറഞ്ഞു കൊടുത്താണിത്. ഇതിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് ഒരിക്കലും കരുതി പോകരുത്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥന നമുക്ക് ആന്തരികമായ കരുത്ത് നൽകും. അതേ സമയത്ത് ഭൗതികമായ പ്രശ്നങ്ങൾക്ക് നമ്മൾ പരിഹാരങ്ങൾ വേറെ കാണേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്താണെങ്കിൽ ജനാധിപത്യപരമായ എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കേണ്ടതുണ്ട്. അത് പാർലമെന്റിലായാലും തെരുവിലായാലും ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടായാലും അനീതിക്ക് അതിക്രമങ്ങൾക്ക് എതിരില് ലോകശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ടായാലും ഇങ്ങനെ വ്യത്യസ്തമായ ശൈലിയിലുള്ള നീക്കങ്ങൾ നടക്കണം. അതുപോലെ തന്നെ മർദ്ദിക്കപ്പെടുന്ന സമൂഹം സ്വയം കരുത്താർജിക്കാൻ ശ്രമിക്കണം. വിദ്യാഭ്യാസപരമായി, അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഒക്കെ ഉയർന്നു വരാൻ വേണ്ടിയുള്ള ശാക്തീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കണം. അതെല്ലാം ഈ സബർ എന്ന വാക്കിലുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. മുന്നോട്ട് പോകാനുള്ള കരുത്താർജിക്കാൻ എന്തൊക്കെ വഴികൾ സ്വീകരിക്കണം അതൊക്കെയും. അപ്പൊ മൂസ അലൈഹിസ്സലാം 2 വഴിയും പറഞ്ഞു കൊടുത്തു. ആന്തരികമായ കരുത്തിന് അള്ളാഹുവോട് സഹായം തേടുക, അതേപോലെ തന്നെ ഈ പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് സബറിന്റെ കൃത്യമായ
ദീർഘവീക്ഷണമുള്ള നിലപാട് സ്വീകരിക്കുക എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് ഒരു മഹത്തരമായ ഒരു വാഗ്ദാനം കൂടി നൽകുന്നുണ്ട്. എന്താണ്? ഇന്നൽ അർള, നിശ്ചയം ഭൂമി, ലില്ല, അള്ളാഹുവിൻ്റെതാണ്. യൂരിസുഹാ മൻ യശ, ഔറസ യൂരിസു, അനന്തരം നൽകി എന്നാണ് അർത്ഥം. വറസ യരിസു, അനന്തരമെടുത്തു എന്നാണ്. ഔറസ എന്നാകുമ്പോൾ മറ്റൊരാള് നമുക്ക് അനന്തരമായിട്ട് നൽകുന്നത് എന്നാണ്. യൂരിസുഹ, ഇതിനെ, ഈ ഭൂമിയെ അവൻ അനന്തരമായിട്ട് നൽകും. മൻ യശ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, മിൻ ഇബാദിഹി, തൻ്റെ ദാസരിൽ നിന്ന്. മൂസ അലൈഹി ഇസ്ലാം സമൂഹത്തോട് പറയാണ്, ഇന്നൽ അർള ലില്ല യൂരിസുഹ മൻ യശാഉ മിൻ ഇബാദിഹി, ഈ ഭൂമി അള്ളാഹുവിന്റെ അവകാശപ്പെട്ടതാണ്. അത് അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ ദാസന്മാർക്ക് അവൻ നൽകും എന്നാണ് പറഞ്ഞത്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ പര്യവസാനം, ആഖിബത്ത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കായിരിക്കും അതിൻ്റെ എല്ലാം ശുഭ പര്യവസാനം എന്നുകൂടി പറഞ്ഞു കൊടുക്കാൻ. ഇവിടെ പ്രവാചകൻ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം വളരെ പ്രസക്തമാണ്. നമ്മളും ഉണ്ടല്ലോ, ഇപ്പോ പൗരത്വ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കയ്യില് നമ്മൾ ഒരുപാട് ക്യൂ നിന്ന് ഒരുപാട് രേഖകളൊക്കെ സമർപ്പിച്ച് നേടിയെടുത്ത ചില കാർഡുകൾ ഉണ്ടായിരുന്നു. ആ കാർഡിനൊന്നും ഒരു വിലയില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. ഇങ്ങനെ ഒരു സമൂഹത്തെ ഈ ഒരു രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുവാൻ, ആട്ടിപ്പുറത്താക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുമ്പോൾ നമ്മൾ എന്താ കരുതാം? ഇനിയിപ്പോ എന്ത് ചെയ്യാന്, അല്ലെ? ഇനി ജോലി ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ നമ്മൾ സാമൂഹിക ഇടപെടൽ നടത്തേണ്ടതില്ല, എല്ലാം നമുക്ക് പ്രതികൂലമായി മാറുകയാണ്. പക്ഷെ മൂസ അലൈഹി സ്വലാം പറയും, നോക്കൂ, ഇന്നൽ അർള ലില്ല, ഭൂമി അള്ളാഹുവിൻ്റെതാണ്. വല്ലാത്തൊരു പ്രഖ്യാപനാണത്. ഖുർആനിൽ ഒരുപാട് ഇടങ്ങളിൽ നമ്മൾ വായിക്കുന്നില്ലേ, ലില്ലാഹി മാഫിസ് സമാവാതി വമാഫിൽ അർള്, ആകാശഭൂമികളുടെ അടിയാധാരം പടച്ചോന്റെ കയ്യിലാണ്, അല്ലേ? അങ്ങനെയുണ്ടല്ലോ, നിങ്ങളിപ്പോ ഒരുപാട് കൈമാറി പോയിട്ടുണ്ടാവും. പക്ഷെ ഒരു അടിയാധാരം ഉണ്ടാവുമല്ലോ, അത് പടച്ചോന്റെ പേരിലാണ് ഉള്ളത്. അതാണ് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത്. എന്ത് തന്നെ സംഭവിച്ചാലും, കാലം എത്ര മാറി മറിഞ്ഞാലും, ഒടുവിൽ ഈ ഭൂമി അള്ളാഹുവിലേക്കാണ് തിരിച്ചെത്തുക. അങ്ങനല്ലേ? ഒരു നാൾ ഖിയാമത്ത് സംഭവിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹിന്റെ കയ്യിലേക്ക് ഭൂമി തിരിച്ചെത്തും. ഇവിടെ അതുമാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് കാലം കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഈ കൈമാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ പോയി നോക്കിയാൽ കാണുന്ന ഒരു കാഴ്ചയില്ലേ, ഇന്നലെ വരെ അത് കൈവശം വെച്ച് വലിയ ഭൂ ഉടമയായിട്ട് കരുതിയിരുന്ന മനുഷ്യൻ, അയാൾ ഇന്ന് ഭൂമുഖത്തില്ല. പിന്നെ അയാളുടെ മക്കൾ അത് ഏറ്റുവാങ്ങാണ്. അങ്ങനെ അവരത് അവരുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നു. ഇങ്ങനെ ഒരു 10 സെന്റ് ഭൂമി എത്ര മനുഷ്യന്മാർ, എത്ര തലമുറകളുടെ കയ്യിലൂടെ കടന്നു പോകുന്നുണ്ട്, അല്ലെ? അതിനാൽ ഇന്നൽ അർള ലില്ല, ഇപ്പോൾ ഈജിപ്ത് ഫിർഔനിന്റെ കയ്യിലാണ്, ശരിയാണ്. പക്ഷെ യഥാർത്ഥ ഉടമ അള്ളാഹുവാണ്, അത് മറക്കേണ്ടതില്ല. അതിനാൽ യൂരിസുഹ മൻ യശാഉ മിൻ ഇബാദി, താൻ ഉദ്ദേശിക്കുന്ന തൻ്റെ ദാസർക്ക് അവൻ അത് അനന്തര സ്വത്തായിട്ട് നൽകും. ഇതൊക്കെ വമ്പിച്ച പ്രഖ്യാപനങ്ങളാണ്. നമ്മൾ ചരിത്രം പഠിക്കുമ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം, അല്ലെ? ഇപ്പൊ ഓരോ രാജ്യത്തിൻ്റെയും ചരിത്രം പഠിക്കുമ്പോൾ ആരൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് തന്നെ ഒരുപാട് നാട്ടുരാജാക്കന്മാര് ഭരിച്ചിട്ടുണ്ട്, മുഗളന്മാര് ഭരിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല വിഭാഗങ്ങളും വന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു, പോർച്ചുഗീസുകാർ വന്നു, എല്ലാവരും കടന്നു പോയില്ലേ? ഈ ഒരു കൈമാറ്റ പ്രക്രിയ പ്രകൃതി നിയമമാണ്. അതാണ് യൂരിസുഹ മൻ യശാഉ മിൻ ഇബാദിഹി. അതിനാൽ താൽക്കാലികമായിട്ടൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴേക്ക് എല്ലാം തീർന്നു, ഇനി എന്ത് ചെയ്യാനാണ് എന്ന് കരുതി അസ്വസ്ഥരാവുകയല്ല, അള്ളാഹുവിൽ പ്രതീക്ഷ ഉണ്ടാവണം. എന്നിട്ട് പറഞ്ഞു കണ്ടില്ലേ, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, ശുഭ പര്യവസാനം മുത്തഖീങ്ങൾക്ക് മാത്രമാകുന്നു എന്നുകൂടി പ്രഖ്യാപിക്കുന്നത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നൊരു സന്ദർഭം ഉണ്ടല്ലോ. ആ ഘട്ടത്തിൽ കയ്യിലൊന്നുമില്ല. ഒട്ടകപ്പുറത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു തആല
ചില ആയത്തുകൾ ഇറക്കിയില്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്, അല്ലെ? റബ്ബി അഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. സത്യത്തോടൊപ്പം പുറപ്പെടുവിക്കണം, സത്യത്തോടൊപ്പം പ്രവേശിപ്പിക്കണം. വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ, നിന്റെ പക്കൽ നിന്നുള്ള അധികാരത്തിൻ്റെതായിട്ടുള്ള ഒരു സഹായം നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെയും പ്രഖ്യാപിക്കുകയാണ്, ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ, സത്യം പുലർന്നു, അസത്യം തകർന്നു. ഇന്നൽ ബാത്തില കാന സഹൂഖ, നിശ്ചയം അസത്യം തകരാനുള്ളതാണ്. വെറും കൈയോടെ ജന്മനാട്ടിൽ നിന്ന് മറ്റൊരു നാടിനെ ലക്ഷ്യമാക്കിയിട്ട് യാത്രയാകുന്ന വേളയിലാണ് ഈ പ്രഖ്യാപനം. കയ്യിലൊന്നുമില്ല, പക്ഷെ അപ്പോഴും ആ പ്രതീക്ഷ കണ്ടില്ലേ, വലിയ പ്രതീക്ഷയാണ്. ഈ മാനസികാവസ്ഥയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഇസ്ലാമിക സമൂഹവും അതുപോലെ മർദ്ദിത സമൂഹം പൊതുവെയും ഉൾക്കൊള്ളേണ്ടത് എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ അവരുടെ നേതാവ് മൂസ അലൈഹിസ്സലാം അവരെ ഏറെ പ്രചോദിപ്പിച്ചു. പക്ഷേ എന്താണ് ഇസ്രായേല്യരുടെ പ്രതികരണം? അതാണ് 129 ആയത്ത്. قالوا أوذينا من قبل أن تأتينا ومن بعد ما جئتنا قال عسى ربكم أن يهلك عدوكم ويستخلفكم في الأرض فينظر كيف تعملون. എന്താണ് മർദ്ദിതരായ ആ സമൂഹത്തിന്റെ പ്രതികരണം? ഖാലു, അവര് പറയാണ്, ഊദീന മിൻ ഖബിൽ ഔ തഅതിയന വമിൻ ബഅദി മാ ജിഅതന. ഇസ്രായേല്യര് എപ്പോഴൊരു പരാതിക്കാരായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചത്? കാലങ്ങളായിട്ട് അവരിങ്ങനെ അടിച്ചമർത്തപ്പെട്ട സമൂഹമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ അരക്ഷിതാവസ്ഥ അവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ നേതാവിനോടുള്ള അവരുടെ സംസാര ശൈലി പോലും പലപ്പോഴും മര്യാദയുടെ അതിർവരമ്പുകളൊക്കെ അതിലംഘിച്ചു കൊണ്ടായിരുന്നു. അങ്ങനെയുണ്ടല്ലോ, ഒരു സമൂഹം അസഹ്യമായ അവസ്ഥയിൽ പീഡിതരായി ഞെരുക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ വല്ലാതെ അസ്വസ്ഥതയോടുകൂടിയായിരിക്കും സംസാരിക്കുന്നത്. ആ ഒരു ശൈലിയിലാണ് അവരിവിടെ പ്രതികരിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാം വലിയ പ്രതീക്ഷയോടെ സംസാരിച്ചപ്പോൾ അവര് പറയാണ്, ഊദീന മിൻ ഖബ്ലി അൻ തഅതിയന. മൂസ, നിന്റെ സംസാരമൊക്കെ അവിടെ നിർത്ത്, പ്രസംഗമൊക്കെ അവിടെ നിൽക്കട്ടെ എന്നുള്ള ശൈലി പറയാണ്. എന്താണ് അദ എന്ന് പറഞ്ഞാൽ? ഉപദ്രവം എന്നാണ് അദ. ആദാ യുഅ്ദി, ഉപദ്രവിച്ചു അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്നാണ്. ഊദീന, ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു. മിൻ ഖബൽ, മുമ്പ്. അൻ തഅതിയന, നീ ഞങ്ങളിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഞങ്ങൾ പീഡിതരാണ്. വമിൻ ബഅദ്, ഇപ്പോഴെന്താ അവസ്ഥ? നീ വന്നതിന് ശേഷം. വമിൻ ബഅദി മാ ജിഅതന, നീ ഞങ്ങളിലേക്ക് വന്നതിന് ശേഷവും ഞങ്ങളുടെ അവസ്ഥയിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ലല്ലോ മൂസ. നിനക്കറിയാലോ, ഇത്ര കാലമായി നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുന്നു. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ഒരു സുന്ദരമായ സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു ഈജിപ്തിന്. നീതിയും സത്യവും പുലർന്ന സമത്വത്തിന്റെ മഹത്തരമായൊരു കാലഘട്ടം. അതെല്ലാം കൈവിട്ടു പോയി. എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ ഫറോവമാര് അധികാരത്തിൽ വരുന്നു. അതിനെ തുടർന്ന് ഇസ്രായേൽ സമൂഹത്തെ ഇങ്ങനെ പീഡിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ് കാലങ്ങളായിട്ട്. അങ്ങനെ അതിനൊരു പരിഹാരമായിട്ട് തന്നെയാണ് അള്ളാഹു താല മൂസ അലൈഹി ഇസ്ലാമിനെ അയച്ചത്. മൂസ അലൈഹിസ്സലാം അവരോട് പറയുന്നുണ്ടല്ലോ, അർസിൽ മഅന ബനി ഇസ്രായേൽ, ഇസ്രായേല്യരെ ഞങ്ങളോടൊപ്പം വിട്ടുതരൂ. വലാ തുഅദ്ദിബുഹും, നീ അവരെ പീഡിപ്പിക്കരുത് എന്ന് മൂസ അലൈഹി ഇസ്ലാം പറയുന്ന ഒരു സന്ദർഭമുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പൊ നിലവിലുള്ള അവസ്ഥ എന്താണ്? അവർ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അസഹ്യമായ മാനസികാവസ്ഥയിൽ അവർ പ്രതികരിക്കുകയാണ്, മൂസ, നീ വരുന്നതിന് മുമ്പും ഞങ്ങൾ പീഡിതരാണ്, നീ വന്നതിന് ശേഷം ഇത് തന്നെ അവസ്ഥ, ഒരു മാറ്റവും ഇല്ലല്ലോ മൂസ. അതിനാൽ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളില്ലേ, ഭൂമി അള്ളാഹുവിൻ്റെതാണ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിന് അനന്തരം നൽകുന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ അതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണോ മൂസ എന്നാണ് അവരുടെ ചോദ്യം.
അതാണ് മനസ്സിലാക്കേണ്ടത്. അതിന് മൂസ അലൈഹിസ്സലാം എന്താ മറുപടി പറയുന്നത്? ഖാല, മൂസാ നബി പറയാണ്, അസാ റബ്ബുക്കും അൻ യുഹ്ലിക അദുവക്കും. പ്രതീക്ഷയോടെ തന്നെയാണ് വീണ്ടും സംസാരിക്കുന്നത്. അസ, ആയേക്കും, റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ്, അൻ യുഹ്ലിക, അഹ്ലക യുഹ്ലിക്കു, ഹലാക്കാക്കി, നശിപ്പിച്ചു, അൻ യുഹ്ലിക അദുവക്കും, നിങ്ങളുടെ ശത്രുവിനെ നിങ്ങളുടെ റബ്ബ് നശിപ്പിച്ചേക്കും. വയസ്തഖ്ലിഫക്കും, ഇസ്തഖ്ലഫ പകരം കൊണ്ടുവന്നു, വയസ്തഖ്ലിഫ അവൻ പകരം കൊണ്ടുവരികയും ചെയ്തേക്കും, കും നിങ്ങളെ, ഫിൽ അർദ് ഈ ഭൂമിയിൽ, ഫയൻദുർ അതിനാൽ ഫയൻദുറ കൈഫ തഅമലൂൻ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫയൻദുറ അവൻ അള്ളാഹു നോക്കുന്നു, കൈഫ തഅമലൂൻ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന്. കണ്ടോ, അവരുടെ നേതാവ് പ്രവാചകൻ വീണ്ടും അവർക്ക് പ്രതീക്ഷ നൽകാൻ. അതാണ് ഒരു നേതാവിൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. സമൂഹം നിരാശപ്പെടുമ്പോൾ കൂടെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് എന്ന് പറയുന്ന ആളല്ലല്ലോ നേതാവ്. ധീരമായിട്ട് നിലപാട് പറയാൻ. ഇത് വെറും വാക്കല്ല, അള്ളാഹു കൂടെയുണ്ട് എന്ന അടിയുറച്ച ബോധ്യത്തിൽ നിന്നുള്ള പ്രതികരണമാണ് മൂസ അലൈഹി ഇസ്ലാം നടത്തുന്നത്. ആ ഒരു പ്രതീക്ഷ നമുക്കുണ്ടാവണം. അസാ റബ്ബുക്കും അൻ യുഹ്ലിക അദുവക്കും. കണ്ടില്ലേ, ഇസ്രയേലിന് നേരെ ഇറാനിന്റെ പ്രത്യാക്രമണം ഉണ്ടായല്ലോ. എത്ര പെട്ടെന്നാണ് അവർ നിസ്സഹായരായിട്ട് മാറിപ്പോയത് അല്ലെ? പക്ഷെ എന്നിട്ടും അവർ പാഠം പഠിച്ചില്ല എന്നുള്ളതാണ്. അവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെയും അങ്ങനെ കയറൂരി വിട്ടിട്ടില്ല. ഒരു ആള് കൂടുതൽ കരുത്തനായി അതിക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന മറ്റൊരു ശക്തി ലോകത്തുണ്ടാവും. ഖുർആൻ അത് പറയുന്നുണ്ട്. ആ നിലക്കുള്ള പ്രതികരണങ്ങൾ ലോകത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുള്ളതാണ്. അപ്പൊ അതിനാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഏത് പ്രതിസന്ധിയും താൽക്കാലിക പ്രതിഭാസമാണ്, അത് മാറും. അതിനാൽ അസാ റബ്ബുക്കും അൻ യുഹ്ലിക അദുവക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ ശത്രുവെ ഇല്ലാതെയാക്കും. വയസ്തഖ്ലിഫക്കും ഫിൽ അർദ്, ഇപ്പൊ മർദ്ദിതരായ നിങ്ങളെ തന്നെ അള്ളാഹു ഈ ഭൂമിയുടെ പകരക്കാരായിട്ട്, ഭരണകർത്താക്കളായിട്ട് തിരികെ കൊണ്ടുവരും. ഫയൻദുറ കൈഫ തഅമലൂൻ, നിങ്ങളിപ്പോ എന്ത് ചെയ്യുന്നു? ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മൂസ അലൈഹിസ്സലാം അവരോട് പറയാണ്. അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ ചരിത്രത്തില്? എന്താണ് ഈജിപ്തിലെ ഇസ്രായേലർക്ക് പിന്നെ സംഭവിച്ചത്? നമുക്കറിയുന്ന ചരിത്രം. മൂസ അലൈഹിസ്സലാം അവരുമായിട്ട് ചെങ്കടൽ കടന്ന് മറുകരയെത്തുന്ന സംഭവം നമ്മൾ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഈജിപ്തിൽ അവർക്ക് അധികാരം കിട്ടിയോ എന്ന് ചോദിച്ചാൽ അതിന് ചരിത്രപരമായിട്ട് തെളിവില്ല. അതേസമയം ഫിർഔനും കൂട്ടരും മുങ്ങി ഒടുങ്ങി പോകുന്നുണ്ട്. പിന്നീട് അവിടെ കുറച്ചുകൂടി നല്ല ഭരണകൂടമാണ് രംഗത്ത് വന്നത് എന്നാണ് ചരിത്രകാരന്മാര് പൊതുവെ പറയുന്നത്. ഏതായാലും പിന്നീട് അവര് പലസ്തീനിലേക്ക് യാത്രയാകുന്നുണ്ട് എന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ആ നിലയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഹത്തരമായ ചില ദൃഷ്ടാന്തങ്ങൾ പിന്നീട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതില് നമുക്കുള്ള പാഠം എന്താണ്? പ്രതിസന്ധികൾ വരുമ്പോഴേക്ക് തളർന്നു പോകരുത്, നിലപാട് മാറരുത്, മറുകണ്ഠം ചാടിയിട്ട് തൽക്കാലം എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതി എന്ന അവസ്ഥയിൽ എത്തരുത്. എന്താ കാരണം? നമ്മൾ ഒരു ആദർശ സമൂഹമാണ്. അതുകൊണ്ട് ആ നിലപാടിൽ ഉറച്ചു നിൽക്കണം. അല്ലാതെ തൽക്കാലം ജീവിക്കാൻ വേണ്ടിയിട്ട് നിലപാട് മാറ്റുക, അക്രമികളുടെ പക്ഷം ചേരുക, അല്ലെങ്കിൽ മൗനം പാലിക്കുക എന്നതല്ല നാം സ്വീകരിക്കേണ്ട രീതി എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇനി അടുത്ത സൂക്തങ്ങളില് ഈ ഇസ്രായേൽ സമൂഹത്തെ അവർ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫിർഔനെയും കൂട്ടരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പലവിധ പരീക്ഷണങ്ങളിലൂടെ കടത്തിക്കൊണ്ടു പോകുന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു ആയാത്ത് 9 ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു എന്ന് സൂറ ബനി ഇസ്രാഈലില് അള്ളാഹു തആല പറയുന്നുണ്ട്. അപ്പൊ അതില് ആ ദൃഷ്ടാന്തങ്ങൾ എന്തൊക്കെയായിരുന്നു അവയ്ക്ക് ഇവിടെ എണ്ണി പറയുകയാണ് അടുത്ത സൂക്തങ്ങളിൽ എന്ന് കാണാം. അതിൽ 130-ാമത്തെ ആയത്ത് കൂടി നമുക്ക് പഠിക്കാം.
وَلَقَدْ أَخَذْنَا آلَ فِرْعَوْنَ بِالسِّنِينَ وَنَقْصٍ مِّنَ الثَّمَرَاتِ لَعَلَّهُمْ يَذَّكَّرُونَ വലഖദ് തീർച്ചയായും അഖദ്ന നാം പിടികൂടിയിട്ടുണ്ട് ആല ഫിർഔൻ ഫിർഔൻ സമൂഹത്തെ ബിസ്സിനീൻ ക്ഷാമം കൊണ്ട് വനഖ്സിൻ കുറവ് വരുത്തിക്കൊണ്ടും മിനസ്സമറാത്ത് കായ്കനികളിൽ കുറവ് വരുത്തിക്കൊണ്ടും ലഅല്ലഹും അവർ ആകാൻ വേണ്ടിയാണ് യദ്ദക്കറൂൻ ഉത്ബുദ്ധരാകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അള്ളാഹു പറയാൻ വലഖദ് അഖദ്ന അഖദ എടുത്തു എന്നർത്ഥമുണ്ട്. ഇവിടെ പിടികൂടുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ശിക്ഷയുടെ പരീക്ഷണത്തിന്റെ തരത്തിൽ അവരെ പിടികൂടി എന്നാണ്. ആല ഫിർഔൻ, ആല് എന്ന് പറയുമ്പോൾ കുടുംബം എന്നാണ് സാധാരണ നമ്മൾ അർത്ഥം പറയാം. എന്നാൽ ഒരാളുമായിട്ട് അല്ലെങ്കിൽ ഒരു ഭരണകൂടവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു നിൽക്കുന്ന സകലരും, ഫിർഔനിന്റെ നേരിട്ടുള്ള കുടുംബം ഉണ്ടാവും, അതുപോലെ രാജസദസ് ഉണ്ടാവും, അതിനെ പിന്തുണക്കുന്ന പ്രമാണി വർഗമുണ്ടാകും, അവിടുത്തെ പൗരോഹിത്യം ഉണ്ടാവും, സമ്പന്നരുണ്ടാകും, ഇങ്ങനെ അനുയായികളുണ്ടാകും. എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് ആലു ഫിർഔൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അത്തഹിയാത്തുല് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നീ കരുണ ചെയ്യണേ. വഅല ആലി മുഹമ്മദ്, മുഹമ്മദിന്റെ ആലിനും കുടുംബത്തിനും എന്ന് പറയുമ്പോൾ അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരിട്ടുള്ള കുടുംബം എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. സ്വഹാബിമാർ അതിൽപ്പെടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന അനുയായികളൊക്കെയും ആ ആല് മുഹമ്മദില് ഉൾപ്പെടും എന്ന് മനസ്സിലാക്കണം. അതേ ശൈലിയിലാണ് ഇവിടെ ആല് ഫിർഔൻ പറയുമ്പോൾ ഫിർഔനിനെ പിന്തുണക്കുന്നവരൊക്കെയും ഉൾക്കൊള്ളുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. വലഖദ് അഖദ്ന ആല ഫിർഔൻ ബിസ്സിനീൻ, ക്ഷാമം കൊണ്ട് പരീക്ഷിച്ചു. ഈ സിനീൻ എന്ന വാക്കിന്റെ ഏകവചനം സെനത്താണ്. സെനത്തിന്റെ അർത്ഥം എന്താണ്? വർഷം എന്നാണല്ലോ സാധാരണ നമ്മൾ സെനത്തിന് പറയാം. അതിന്റെ ബഹുവചനാണ് സിനീൻ. ഖുർആനിൽ തന്നെ ബിൽ സിനീൻ, അദദ സിനീൻ എന്നൊക്കെയുള്ള പ്രയോഗമുണ്ട്, വർഷങ്ങൾ എന്നുള്ള ഉദ്ദേശത്തിൽ. ഇവിടെ ക്ഷാമകാലം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനാണ് സിനീൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക കാലഘട്ടം ഉദ്ദേശിക്കുന്നത് ക്ഷാമമാണ്. വനഖ്സിൻ മിനസ് സമറാത്ത്, കായ്കനികളിൽ കുറവ് വരുത്തിക്കൊണ്ടും. വലിയൊരു ഭരണകൂടമാണല്ലോ, അവരേറ്റവും ശാസ്ത്രീയമായ കൃഷി രീതികളൊക്കെ പരീക്ഷിക്കുമ്പോഴും അതുകൊണ്ട് അവർക്ക് ഒരു വിധത്തിലും കായ്കനികൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത വിധം അള്ളാഹു പരീക്ഷിച്ചു. ലഅല്ലഹും യദ്ദക്കറൂൻ, അവർ ചിന്തിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ അവർക്ക് കൊടുത്തത്, അവരെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അവരിൽ മാറ്റമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ക്ഷാമം, മറ്റൊന്ന് കായ്കനികളിലെ കുറവ്, കൃഷി നാശം ആണ് പറയുന്നത്. ഇനി മറ്റു കാര്യങ്ങൾ അടുത്ത സൂക്തങ്ങളിൽ വരുന്നുണ്ട്. ഏതായാലും വളരെ വലിയ ശക്തിമത്തായ ഒരു സാമ്രാജ്യമാണ് ഫറോവയുടേത്. പക്ഷെ അതുപോലും അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ കടപുഴകിപ്പോയിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. മൊത്തത്തിൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഫറോവയുടെ, ഇസ്രയേലരുടെ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ശരിക്കും പുതിയ കാലത്ത് നമ്മൾ ജീവിക്കുന്ന ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളോട് ഒരുപാട് സാമ്യത ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടത് എന്നതിൻ്റെ വലിയ പാഠം മൂസ അലൈഹിസ്സലാം തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ നമ്മെ ഉണർത്തുന്നുണ്ട്. അതിനാൽ ചരിത്ര ബോധമുള്ളവരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കാര്യങ്ങളെ തിരിച്ചറിയുവാനും ഉൾക്കൊള്ളുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിച്ചു തരണേ റബ്ബെ. എല്ലാ പരീക്ഷണങ്ങളിലും ഞങ്ങൾക്ക് നീ കാവൽ നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായ സഹോദരങ്ങളുണ്ട് റബ്ബെ, അവർക്കെല്ലാം ശിഫ നൽകണേ നാഥ. അതുപോലെ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവര്, മാനസിക അസ്വസ്ഥതകൾ ഉള്ളവര്,
സാമൂഹികമായി പീഡിപ്പിക്കപ്പെടുന്നവർ റബ്ബെ എല്ലാവർക്കും ആശ്വാസം നൽകണേ നാഥ. പടച്ചവനെ, നീതിയും സത്യവും പുലരുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ റബ്ബെ. ഗസയിലെ സഹോദരങ്ങൾ ഗുരുതരമായ പരീക്ഷണത്തിലാണ് നാഥ, അവരോട് നീ കരുണ കാട്ടണേ റബ്ബെ. അവർക്കെതിൽ കുതന്ത്രം മെനയുന്ന സകല തന്ത്രശാലികളുടെയും കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണേ നാഥ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും അനുഗ്രഹിക്കണേ റബ്ബെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.